ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്ന ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ താളവുമുണ്ട്. എന്നാൽ വാക്കുകൾ അതേപടി ഉപയോഗിക്കാതെ വാക്കുകൾക്കപ്പുറമുള്ള ഒരു ആഴത്തിലുള്ള ഒരു പ്രയോഗം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മാന്ത്രിക പ്രയോഗങ്ങൾ എന്ന് ഭാഷയിൽ പറയും. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഇത്തരത്തിലുള്ള മാന്ത്രിക പ്രയോഗങ്ങളെയാണ് നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്? നമുക്ക് നോക്കാം. വാട്ട് ഈസ് ആൻ ഇഡിയം? ഇവിടെ കൃത്യമായ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആൻ ഇഡിയം ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് whose meaning is different from the literal meaning. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു കൂട്ടം വാക്കുകൾക്ക് എന്താ പ്രത്യേകത എന്നും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ വരുന്നത് എന്താണ്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഒരു കൂട്ടം വാക്കുകളാണ്. എന്നാൽ ആ വാക്കുകളുടെ യഥാർത്ഥ മീനിങ്ങിൽ നിന്ന്, അതായത് ഓരോ വാക്കിനും ഓരോ അർത്ഥതലങ്ങളുണ്ട്. എന്നാൽ ആ അർത്ഥതലങ്ങൾക്കും അപ്പുറം, ആഴത്തിലുള്ള അതിൻ്റെ അർത്ഥതലങ്ങൾക്കും അപ്പുറം മറ്റൊരു അർത്ഥതലം അതിന് ലഭിക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയും. അപ്പോൾ ഇഡിയം എന്താണ്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. എന്നാൽ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിലെ ഓരോ വാക്കുകളും ഓരോ വേർഡ്സിനും അതിൻ്റെതായ മീനിങ് അല്ല നമ്മൾ കൊടുക്കുന്നത്, മറിച്ച് അതിനപ്പുറത്തേക്കുള്ള ഒരു സൗന്ദര്യാത്മകമായ മീനിങ് അതിന് ലഭിക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് വിളിക്കുന്നു, പ്രയോഗങ്ങൾ എന്ന് വിളിക്കുന്നു, അല്ലേ? അപ്പോൾ മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും അങ്ങനെ എല്ലാ ഭാഷകളിലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രയോഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, എക്സാമ്പിൾ, ബ്രേക്ക് ദ ഐസ്. ഓരോ വാക്കുകൾ എടുത്ത് പ്രത്യേകം നോക്കുകയാണെങ്കിൽ അർത്ഥം വളരെ വ്യത്യസ്തമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നോക്കിക്കേ, ബ്രേക്ക് ദ ഐസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൂട്ടം വാക്കുകളുണ്ട്. ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വാക്കാണ്, അല്ലേ? ദ ഐസ്, ഇത് മൂന്നും കൂടെ ചേർന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആയി മാറുകയാണ്. എന്നാൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒടിക്കുക, ബ്രേക്ക്, അല്ലേ? ദ ഐസ്, ഐസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐസ്. അപ്പോൾ മൂന്ന് വാക്കുകൾ, ഒരു ആർട്ടിക്കിൾ കൂടി ചേർത്തിട്ട് മൂന്ന് വാക്കുകളുടെ ഒരു കൂട്ടം വാക്കായി ചേരുമ്പോൾ അതിനെ ഇഡിയം എന്ന് പറയുന്നു. എന്നാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഐസ് ബ്രേക്ക് ചെയ്യുക എന്നാണോ? അല്ല. സ്റ്റാർട്ട് എ കോൺവെർസേഷൻ, എന്താ പറയുന്നത്? ഒരു സംഭാഷണം ആരംഭിക്കുക, ഒരു കോൺവെർസേഷൻ ബിഗിൻ ചെയ്യുക എന്നതാണ് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്ന ശൈലി അഥവാ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം വാക്കുകളാണ്. എന്നാൽ ആ കൂട്ടം വാക്കുകളിൽ ഓരോ വാക്കുകളുടെയും യഥാർത്ഥ മീനിങ് അല്ല നമ്മൾ അവിടെ നോക്കുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു കൂട്ടം വാക്കുകൾ ചേരുമ്പോൾ മറ്റൊരു അർത്ഥതലം നമുക്ക് ലഭിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ എന്തല്ല? ഐസ് ബ്രേക്ക് ചെയ്യാനല്ല, മറിച്ച് എന്താണ്? ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഇഡിയംസും ഫ്രേസസും ഒക്കെയാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായി നമ്മൾ അർത്ഥങ്ങൾ പഠിക്കണം. കാണാപ്പാഠം വെറുതെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോറിംഗ് ആയിട്ട് തോന്നും, ചിലപ്പോൾ തലയിലേക്ക് കയറാത്തതായിട്ട് തോന്നും, അല്ലേ? എന്നാൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുകയും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ പോകുന്നതും ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസും നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിനി നോക്കാം ഏതൊക്കെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ, എന്തിനാണ് നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് ഇത്രയേറെ പ്രത്യേകതയും പ്രസക്തിയും നമ്മൾ നൽകുന്നത്? നോക്കിക്കേ, വൈ ലേൺ ഇഡിയംസ്? എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ ഇഡിയംസ് നമ്മൾ പഠിക്കണം? മേക്സ് ഇംഗ്ലീഷ് എക്സ്പ്രസീവ് ആൻഡ് നാച്ചുറൽ. ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസസ് നമ്മൾ പഠിക്കുന്നത് വഴി ഇംഗ്ലീഷ് ഭാഷയെ നമുക്ക് കൂടുതൽ എക്സ്പ്രസീവ് ആക്കാനായിട്ട് സാധിക്കുന്നു, അതുപോലെ തന്നെ നാച്ചുറൽ ആക്കാനായിട്ട് സാധിക്കുന്നു. അതായത് നമുക്ക് കുറച്ചുകൂടെ നാച്ചുറലിസം കൊണ്ടുവരാനായിട്ട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അതിൻ്റെ സൗന്ദര്യത്തെ ഒന്നുകൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ എക്സ്പ്രസീവ് ആകാനും നാച്ചുറലിസം കൊണ്ടുവരാനും ഒക്കെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്നത്, അല്ലേ? എക്സാമുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അതുപോലെ തന്നെ കോൺവെർസേഷനുകളിലും, അതായത് സ്പോക്കൺ ഇംഗ്ലീഷിൽ പോലും ഇഡിയംസ് ആൻഡ് ഫ്രേസസിന് അത്രയേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഹെൽപ്സ് യു സൗണ്ട് ഫ്ലുവൻറ്റ്. ഇംഗ്ലീഷ് ഭാഷ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യണം എന്നാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹമെങ്കിൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കൂടി പഠിച്ചതിന് ശേഷം സ്പോക്കൺ ഇംഗ്ലീഷിൽ നിങ്ങൾ അത് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതായിരിക്കും.
സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിക്കണം എന്ന് പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാറ്റി നിർത്തിയാൽ തന്നെ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി ഒക്കെ കൊണ്ടുവരാനായിട്ട് ഇഡിയംസ് ആൻഡ് ഫ്രേസസിന് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ളത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടേബിളിനകത്ത് കുറച്ച് ഇഡിയംസും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിനെ എങ്ങനെ നമുക്കൊരു സെൻറ്റൻസിൽ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 3 ടേബിളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇഡിയം ആണ് ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് മീനിങ് ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എ പീസ് ഓഫ് കേക്ക്. എ പീസ് ഓഫ് കേക്ക്, ഒരു കഷ്ണം കേക്ക് എന്നാണ് ഓരോ വാക്കുകളും പ്രത്യേകം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം. എന്നാൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓരോ വാക്കിൻ്റെയും അർത്ഥം ഇവിടെ കണക്ഷൻ പോലും വരാത്ത തരത്തിലുള്ള ഒരു മീനിങ് ആയിരിക്കും ഇഡിയംസിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? വളരെ നിസ്സാരം അല്ലെങ്കിൽ വളരെ എളുപ്പം എന്നുള്ളതാണ് ഈ പീസ് ഓഫ് കേക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്കതിനെ ഒരു എക്സാമ്പിളിലേക്ക് ഇട്ട് നോക്കാം. ദ എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക്. എന്താ പറഞ്ഞേ? എക്സാം വാസ് വെരി ഈസി എന്നാണ് അവിടെ പറഞ്ഞത് അല്ലേ. എക്സാം വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ വളരെ എളുപ്പം എന്നുള്ള ടേമിന് പകരം നമ്മൾ യൂസ് ചെയ്ത ഇഡിയം അല്ലെങ്കിൽ പ്രയോഗം അല്ലെങ്കിൽ ശൈലി എന്തായിരുന്നു? എ പീസ് ഓഫ് കേക്ക്. എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് എന്ന് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ, മീനിങ് മനസ്സിലാവാതെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലണ്ടർ ആണെന്ന് വിചാരിച്ച് പൊട്ടിച്ചിരിക്കും അല്ലേ. പക്ഷേ എന്താണ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഈസി എന്നാണ് മീനിങ്. വളരെ എളുപ്പം അല്ലെങ്കിൽ വളരെ നിസ്സാരം എന്നാണ് ആ വാക്കിൻ്റെ മീനിങ്. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചോണം. ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിക്കുക, നാളത്തേക്കോ അല്ലെ പിന്നത്തേക്കോ മാറ്റി വെക്കാതിരിക്കുക. നിസ്സാരമായിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്താ അതിൻ്റെ മീനിങ്? റെയർലി, അതായത് വല്ലപ്പോഴും, ആണ്ടിലൊരിക്കൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനുള്ള ഇംഗ്ലീഷ് പ്രയോഗമാണ് എന്തെന്ന് പറയുന്നത്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ. For example, he visits his village once in a blue moon. He visits his village once in a blue moon. എന്താണ് നമ്മൾ പറയത്തില്ലേ, വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് അവൻ വില്ലേജിലേക്ക് വരുന്നത്. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആണ്ടിലൊരിക്കൽ അല്ലെങ്കിൽ വല്ലപ്പോഴും എന്നൊക്കെ പറയാനുള്ള പ്രയോഗമാണ് എന്തെന്ന് പറയുന്നത്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഓക്കെ, ക്ലിയർ അല്ലേ? വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റെയർലി, വല്ലപ്പോഴും. ഓക്കെ, നെക്സ്റ്റ്, ബ്രേക്ക് ദ ഐസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ, ബ്രേക്ക് ദ ഐസ്. ഇഡിയംസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സാമ്പിളിൽ പഠിച്ചതാണ്. എന്തായിരുന്നു ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ? സ്റ്റാർട്ട് ടോക്കിംഗ്, സംസാരിക്കാൻ ആരംഭിക്കുക, അതായത് ഒരു സംഭാഷണം തുടങ്ങുക എന്നുള്ളതാണ് ബ്രേക്ക് ദ ഐസ് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ദ ടീച്ചർ ക്രാക്ക്ഡ് എ ജോക്ക് ടു ബ്രേക്ക് ദ ഐസ്. ദ ടീച്ചർ ക്രാക്ക്ഡ് എ ജോക്ക് ടു ബ്രേക്ക് ദ ഐസ്. അതായത് ഒരു ക്ലാസ് റൂം നിങ്ങൾ ചിന്തിക്കുക. ആ ക്ലാസ് റൂമിനുള്ളിൽ എല്ലാവരും സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നു. എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുക. പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് നമ്മൾ പറയില്ലേ, ഒരു ശബ്ദവും ഇല്ല. അപ്പോൾ ആ ഒരു ശബ്ദത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ അവിടെ എന്ത് ചെയ്തു? ഒരു ജോക്ക് പറഞ്ഞു, ഒരു തമാശ പറഞ്ഞു. അത് കേട്ട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാകും. ഇപ്പം നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർട്ട് ടോക്കിംഗ്. ടീച്ചർ ഒരു സംഭാഷണം ആരംഭിക്കുകയാണ്. അത് ജോക്കിൻ്റെ രൂപത്തിലായിരുന്നു എന്നുള്ളത്. അതായത് ഒരു തമാശ രൂപേണ ടീച്ചർ എന്ത് ചെയ്യുന്നു? ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. തമാശ രൂപേണ ടീച്ചർ ഒരു സംഭാഷണം ആരംഭിക്കുന്നു എന്നാണ് നമ്മുടെ ഈ ഒരു സെന്റൻസിന്റെ മീനിങ്. സോ ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ബിഗിൻ എ കോൺവെർസേഷൻ ഓർ ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. എന്താണ്? എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. അപ്പോൾ എന്താ എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ? ഹിഡൻ ബെനിഫിറ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗുണവും ഇല്ലാത്ത ഒരു കാര്യം ചെയ്യുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു എന്ന് വെച്ചോ, പക്ഷേ പതിയെ ആ കാര്യം നമുക്കൊരു ഗുണം തരികയാണ്. അതായത് ഒരു ഗുണവും ഇല്ല എന്നാലും അങ്ങ് ചെയ്യുവാണ്. പക്ഷേ ചെയ്ത് വരുമ്പം എന്തൊക്കെയോ ഗുണം നമ്മൾക്ക് എത്തുന്നു എന്നൊരു തോന്നൽ നമുക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ലോസിങ് ദാറ്റ് ജോബ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്.
ഇപ്പം നോക്കിക്കേ, എനിക്കൊരു ജോലി നഷ്ടപ്പെട്ടു, അബദ്ധവശാൽ നഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഫോൾട്ട് കൊണ്ട് നഷ്ടപ്പെട്ടതാണ്. ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി കൂടിയായിരുന്നു. എന്നാൽ ആ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് അതിലും മികച്ച ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് പറയും? ഓ, ആ ജോലി നഷ്ടപ്പെട്ടത് ഏതായാലും നന്നായി, അതുകൊണ്ടല്ലേ എനിക്ക് ഇത്തരത്തിലുള്ളൊരു പൊസിഷനിൽ ഇവിടെ ഇരിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം എന്തായിരുന്നു? അതിന് വിപരീതമായി നടക്കുകയും, പക്ഷേ ആ വിപരീതമായി നടന്ന കാര്യം എന്താണ്? നമുക്ക് ഗുണമായി വരുന്ന സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? a blessing in disguise എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിവിടെ എത്ര ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിച്ചു? 4 എണ്ണം പഠിച്ചു. ഏതൊക്കെയായിരുന്നു? a piece of cake. a piece of cake എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെരി ഈസി, വളരെ എളുപ്പം. a piece of cake. നെക്സ്റ്റ് വൺ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതായത് ആണ്ടിലൊരിക്കൽ, വല്ലപ്പോഴും, റെയർലി. ഓർമ്മയുണ്ടല്ലോ? നെക്സ്റ്റ് വൺ, ബ്രേക്ക് ദ ഐസ്. എന്തായിരുന്നു ബ്രേക്ക് ദ ഐസ്? ടു ബിഗിൻ എ കോൺവെർസേഷൻ ഓർ ടു സ്റ്റാർട്ട് എ ടോക്കിംഗ്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? സംസാരം ആരംഭിക്കുക, അല്ലെങ്കിൽ ഒരു സംഭാഷണം ആരംഭിക്കുക. നെക്സ്റ്റ്, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹിഡൻ ബെനിഫിറ്റ്, അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുണമാണ്. മനസ്സിലായല്ലോ? നമ്മൾ ഒട്ടും ഗുണമില്ല എന്ന് പ്രതീക്ഷിക്കുകയും അതിൽ നിന്ന് നമുക്ക് എന്തോ ഒരു ഗുണം അപ്രതീക്ഷിതമായി ലഭിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയും. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഈ 4 എണ്ണം പഠിച്ച് ഇപ്പം തന്നെ കഴിഞ്ഞ് കാണുമല്ലോ. ഇനി എപ്പോൾ ചോദിച്ചാലും, ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ഈ 4 എണ്ണം പറയാൻ നിങ്ങൾ റെഡി ആയിരിക്കും, കാരണം ഇത് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കുറച്ചുകൂടി നമ്മൾ ഇഡിയംസിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ, ഇനി ഞാൻ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഇതുകൂടി നമ്മൾ പഠിച്ചിട്ട് പോയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഇഡിയം ബൈറ്റ് ദ ബുള്ളറ്റ്. എന്താ ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ? ബുള്ളറ്റ് എടുത്ത് കടിക്കുക എന്നാണോ? അല്ല, മറിച്ച് എന്താണ്? ഫേസ് ഡിഫിക്കൽട്ടി ബ്രേവ്ലി, വളരെ ധീരതയോടുകൂടി പ്രയാസഘട്ടങ്ങളെ നേരിടുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ബിറ്റ് ദ ബുള്ളറ്റ് ആൻഡ് ടോൾഡ് ദ ട്രൂത്ത്. എന്താ പറഞ്ഞത്? ഫേസ് ഡിഫിക്കൽട്ടി ബ്രേവ്ലി, സത്യം പറയാൻ വളരെ പ്രയാസമായിരുന്നെങ്കിൽ കൂടി അവൾ ധീരതയോടെ അത് പറഞ്ഞു. അതാണ് ഇവിടെ വരുന്നത്. ഷീ ബൈറ്റ് ദ ബുള്ളറ്റ് ടോൾഡ് ദ ട്രൂത്ത്. അതായത് എന്താണ്? സത്യം അവിടെ പറയാൻ അവൾക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു എങ്കിൽ കൂടി അവൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? സത്യം പറയേണ്ടി വന്നു. അപ്പോൾ ബൈറ്റ് ദ ബുള്ളറ്റ് എന്താ അതിൻ്റെ മീനിങ്? ഫേസ് ഡിഫിക്കൽട്ടി ബ്രേവ്ലി, വളരെ ബ്രേവായിട്ട് എന്താണ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? നെക്സ്റ്റ്, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്താ അതിൻ്റെ മീനിങ്? വർക്ക് ലേറ്റ് നൈറ്റ്, അതായത് ഉറക്കമൊക്കെ കളഞ്ഞ് വളരെ ആത്മാർത്ഥമായിരുന്ന് പ്രവർത്തിക്കുക. അതിപ്പോൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് പറയുകയാണെങ്കിൽ എന്താണ്? വർക്ക് ലേറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേറ്റായിട്ട് രാത്രിയിലിരുന്ന് നല്ല വൃത്തിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. അതിനിപ്പോൾ പഠനം മാത്രമല്ല, മറ്റെന്ത് ജോലിയിൽ ഏർപ്പെടുന്നവരാണെങ്കിലും എന്താണ്? ലേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന, നൈറ്റ് ലേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ നമ്മൾ ഈ ഒരു സെയിം കാര്യം തന്നെയല്ലേ പറയുന്നത്. ഇപ്പം നോക്കിക്കേ, ഹി ബേൺഡ് ദ മിഡ് നൈറ്റ് ഓയിൽ ടു സ്റ്റഡി. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? രാത്രി വിളക്ക് കത്തിച്ച് വെച്ച് പഠിച്ചു എന്ന് വല്ലതും ആണോ പറഞ്ഞത്? അല്ല, പിന്നെയോ? ഹി ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ടു സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി വളരെ ലേറ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയായിരുന്നു, പഠിക്കുകയായിരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ്, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. എന്താ പറഞ്ഞേ? ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ബാഗിൽ നിന്ന് പൂച്ചയെ വെളിയിൽ ഇറക്കാനാണോ പറഞ്ഞേ? അല്ല, പിന്നെന്താ പറഞ്ഞേ? റിവീൽ എ സീക്രട്ട്, ഒരു രഹസ്യത്തെ പരസ്യമാക്കുക. എന്താണ്? ഒരു രഹസ്യത്തെ പരസ്യമാക്കുക. ഷീ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് അബൌട്ട് ദ പാർട്ടി. അപ്പോൾ പാർട്ടിയെ പറ്റിയിട്ടുള്ള രഹസ്യം അവൾ എന്ത് ചെയ്തു? പരസ്യമാക്കി, എല്ലാവരിലേക്കും എത്തിച്ചു. അതായത് എന്താ ഇവിടെ പറഞ്ഞത്? റിവീൽ എ സീക്രട്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതായത് രഹസ്യത്തെ പരസ്യമാക്കുക. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. നെക്സ്റ്റ്, കോൾ ഇറ്റ് എ ഡേ. കോൾ ഇറ്റ് എ ഡേ എന്താ അതിൻ്റെ മീനിങ്? സ്റ്റോപ്പ് വർക്കിംഗ്, അതായത് ജോലി നിർത്തുക. സ്റ്റോപ്പ് വർക്കിംഗ് അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്താനാണ് പറയുന്നത്. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഏത് പ്രയോഗമാണ് യൂസ് ചെയ്യേണ്ടത്? കോൾ ഇറ്റ് എ ഡേ. കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പ് വർക്കിംഗ്. ഇനി നമുക്കതൊരു സെൻറ്റൻസ് ആയിട്ട് നോക്കാം. ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ ആൻഡ് ഗോ ഹോം. അതായത് നമുക്കിവിടെ നിർത്തിയതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകാം അല്ലേ?
നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു, നമുക്കിവിടെ നിർത്താം. അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ് യുവർ വർക്ക്, നിങ്ങളുടെ ജോലി അവസാനിപ്പിക്കുക, ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ വീണ്ടും 4 ഇഡിയംസ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. ബൈറ്റ് ദ ബുള്ളറ്റ്. ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേവ്ലി എന്ത് ചെയ്യുക? ബ്രേവ്ലി ഫേസ് ഡിഫിക്കൽട്ടി. അതായത് വളരെ ബ്രേവായിട്ട്, വളരെ കറേജിയസ് ആയിട്ട് ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനെയും നേരിടുക. അതാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വളരെ ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നെക്സ്റ്റ്, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രഹസ്യത്തെ പരസ്യമാക്കുക, റിവീൽ എ സീക്രട്ട്. കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ഇറ്റ് എ ഡേ, ജോലി അവസാനിപ്പിക്കുക, സ്റ്റോപ്പ് വർക്കിംഗ്. ക്ലിയർ അല്ലേ? യെസ്. ഇപ്പോൾ നമുക്ക് പ്രാക്ടീസ് സെറ്റിൽ ഇനി നമുക്ക് പ്രാക്ടീസ് സെക്ഷൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് ഇപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. നമ്മൾ 8 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിച്ചു. ഒട്ടും പ്രയാസമില്ലാതെ തന്നെ ഈ ക്ലാസ് കേട്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്തു ഇല്ലേ? അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കാം. എ പീസ് ഓഫ് കേക്ക് മീൻസ്, നമ്മൾ പഠിച്ചതല്ലേ? ആദ്യത്തെ സെറ്റിൽ പഠിച്ചതല്ലേ എ പീസ് ഓഫ് കേക്ക്? എന്തായിരുന്നു എ പീസ് ഓഫ് കേക്ക്? ഓപ്ഷൻ എ വെരി ഡിഫിക്കൽട്ട്, ഓപ്ഷൻ ബി വെരി ഈസി, ഓപ്ഷൻ സി വെരി ടേസ്റ്റി. ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്താ ഇതിൻ്റെ ആൻസർ? എന്താ? പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഈസി അല്ലേ? വളരെ എളുപ്പം എന്നായിരുന്നില്ലേ മീനിങ്? യെസ്. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ മീൻസ്, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. എന്തായിരുന്നു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ സ്റ്റഡി ലേറ്റ് അറ്റ് നൈറ്റ്, ഓപ്ഷൻ ബി വേസ്റ്റ് ടൈം, ഓപ്ഷൻ സി സ്ലീപ്പ് ഏർലി. എന്താ ഇതിൻ്റെ മീനിങ്? ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. യെസ്, സ്റ്റഡി ലേറ്റ് അറ്റ് നൈറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ്. എന്താണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഹൈഡ് സംതിങ്, ഓപ്ഷൻ ബി റിവീൽ എ സീക്രട്ട്, ഓപ്ഷൻ സി ബൈ എ ക്യാറ്റ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഏതാണ്? ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഹൈഡ് സംതിങ് ആണോ, റിവീൽ എ സീക്രട്ട് ആണോ, ബൈ എ ക്യാറ്റ് ആണോ? ഓപ്ഷൻ ബി ആണ് അല്ലേ? റിവീൽ എ സീക്രട്ട്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ ഏകദേശം പഠിച്ചു, വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ 2 സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു, അതായത് 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് വീണ്ടും കുറച്ച് രസകരമായിട്ടുള്ള പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്, യൂസ് ചെയ്യുന്നതുമാണ്, ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്നതുമായിരിക്കും അല്ലേ? അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇനി തന്നിരിക്കുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. നോക്കിക്കേ. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹെഡ് എന്ന് പറഞ്ഞാൽ തല, നെയിൽ എന്ന് പറഞ്ഞാൽ ആണി. എന്താ? തലയിൽ ആണി അടിക്കൂ എന്നാണോ ആ പ്രയോഗം? അല്ലല്ലോ. പിന്നെന്തായിരുന്നു? സേ എക്സാക്ട്ലി റൈറ്റ്. കറക്റ്റായിട്ടുള്ള കാര്യം പറയുക, ശരിയായ കാര്യം പറയുക. അതാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. യു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. അതായത് നീ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. യു ആർ റൈറ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതിനാണ് യു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്. യു ആർ റൈറ്റ്, നീ ശരിയായിരുന്നു, അല്ലെങ്കിൽ നീ പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? സേ എക്സാക്ട്ലി റൈറ്റ്, വളരെ ശരിയായ കാര്യം പറയുക. നെക്സ്റ്റ് വൺ, ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ കൈ തട്ടി നമ്മുടെ പാത്രത്തിലിരുന്ന് പാല് മൊത്തം പോയതിനു ശേഷം അവിടെ നിന്ന് തലയ്ക്ക് കൈ കൊടുത്ത് നമ്മൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? പോയത് പോയി എന്ന് നമ്മൾ പറയില്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? പോയത് പോയി. അതാണ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറയുന്നത്. റിഗ്രറ്റ് ദ പാസ്റ്റ്. പോയത് പോയല്ലോ, പിന്നെ പഴയതിനെ പറ്റി ആലോചിക്കേണ്ട, അത് വിട്ടേറെ എന്ന് നമ്മൾ പറയില്ലേ? നോക്കിക്കേ, ഡോണ്ട് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. പോയതിനെ പറ്റി ആലോചിച്ച് കരയരുത്, പോയ പാല് പോയിക്കോട്ടെ. യെസ്, ഇനിയിപ്പോൾ കരഞ്ഞാൽ നമുക്കത് തിരിച്ചു കിട്ടുമോ? അതുമില്ല. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് ദ പാസ്റ്റ്. പഴയ കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയുക. നമുക്ക് ഒരുപാട് സങ്കടം തോന്നിയ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ദുരന്തമേറിയ ജീവിതങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്ന് ചിന്തിച്ച് നോക്കൂ. അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് നമുക്ക് ആലോചിക്കാനേ ഇഷ്ടമല്ലാത്തതാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇനി അത് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് തവണ അറ്റൻഡ് ചെയ്തു, എക്സാംസ് ഒന്നും കിട്ടുന്നില്ല, അപ്പോൾ ഇനി എഴുതിയാലും കിട്ടത്തില്ലായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കാതെ എന്ത് ചെയ്യുക? പാസ്റ്റ് ഈസ് എ വേസ്റ്റ് പേപ്പർ.
പേപ്പർ അല്ലേ? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചുരുട്ടി ചവറ്റുകൊട്ടയിൽ എറിയാൻ പറ്റുന്ന ഒരു പേപ്പർ മാത്രമാണ് നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രസന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്യൂച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ പാസ്റ്റ് ഒട്ടും തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. അതവിടെ വിട്ടേരെ. റിഗ്രറ്റ് ദ പാസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഓൺ ക്ലൗഡ് 9. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺ ക്ലൗഡ് 9. 9ാമത്തെ ക്ലൗഡ് എന്നാണോ? അല്ല. എക്സ്ട്രീംലി ഹാപ്പി, വളരെയധികം സന്തോഷം. ഒട്ടനവധി വിജയങ്ങളോ അല്ലെങ്കിൽ ട്രോഫിയൊക്കെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ വിജയിച്ചു, ഇന്ന് വരെ വിജയിക്കാത്തെടുത്ത് ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? വിജയിച്ചിരിക്കുകയാണ്. നമുക്കുണ്ടാവുന്ന ആ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൺ ക്ലൗഡ് 9. ഓക്കെ, മനസ്സിലായല്ലോ? ഓൺ ക്ലൗഡ് 9. അത്രയും ഉയരം കൈയടക്കിയ ആ ഒരു സന്തോഷമാണ് നമുക്കുണ്ടാവുന്നത്. ഷീ വാസ് ഓൺ ക്ലൗഡ് 9 ആഫ്റ്റർ വിന്നിങ്. വിജയിച്ചതിന് ശേഷം അവൾ എന്തായിരുന്നു? എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു, വളരെ സന്തോഷത്തിലായിരുന്നു. അവൾ താഴെ നിൽക്കുന്നില്ലായിരുന്നു, അത്ര സന്തോഷമായിരുന്നു എന്ന് നമ്മൾ പറയില്ലേ? അതിനെയാണ് ഓൺ ക്ലൗഡ് 9 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അണ്ടർ ദ വെദർ. എന്താണ് അണ്ടർ ദ വെദർ? മീനിങ് എന്താ? ഫീലിംഗ് സിക്ക്, സുഖമില്ലാത്ത അവസ്ഥ. നമുക്ക് ഒട്ടും ആരോഗ്യപരമായിട്ട് എന്താണ്? സുഖകരമല്ലാത്തൊരവസ്ഥ, പനി പിടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയില്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അണ്ടർ ദ വെദർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ എം അണ്ടർ ദ വെദർ ടുഡേ. അതായത് ഇന്ന് എനിക്ക് തീരെ സുഖമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ എം അണ്ടർ ദ വെദർ ടുഡേ. അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീലിംഗ് സിക്ക്, നമുക്ക് സുഖമില്ലാത്ത അവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയും 4 എണ്ണം പഠിച്ചു. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായ ഉത്തരം, അല്ലെങ്കിൽ പറഞ്ഞത് വളരെ ശരിയാണ്. സേ എക്സാക്ട്ലി റൈറ്റ്. നെക്സ്റ്റ്, ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. അതായത് റിഗ്രറ്റ് ദ പാസ്റ്റ്. പാസ്റ്റിനെ വിട്ടേരെ, പാസ്റ്റ് മറക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയല്ലേ? അതിനെയാണ് നമ്മളവിടെ പറയുന്നത്. ഓൺ ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രീംലി ഹാപ്പി, വളരെയധികം സന്തോഷം. അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീലിംഗ് സിക്ക്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? പഠിച്ചല്ലോ. ഇനി എങ്ങും പോകണ്ടല്ലോ. ഇത്തരത്തിലുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കാണുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എഴുതി വെച്ചത് മറിച്ച് നോക്കാനോ ഒന്നും എങ്ങും പോകണ്ട. ഇപ്പം നിങ്ങളുടെ ബ്രെയിനിലുണ്ടല്ലോ, അതെല്ലാം തലയിൽ ഇരിപ്പുണ്ടോ? യെസ്. നെക്സ്റ്റ് നോക്കിക്കേ, ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. അടുത്തത്, ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. നിങ്ങളുടെ കോർട്ടിലുണ്ട് നിങ്ങളുടെ ബോൾ. ആണോ? ശരിയാവുന്നു? അതൊന്നും അല്ല നമ്മുടെ ഇഡിയത്തിൻ്റെ മീനിങ്. ഇറ്റ്സ് യുവർ ഡിസിഷൻ. ഇത് നിങ്ങളുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ നിന്റെ തീരുമാനമാണ്. ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് നൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഡിസിഷൻ എടുക്കേണ്ടത് നീയാണ് അല്ലേ? ഇനി ആർക്കും എന്താണ്? മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ഇനി അടുത്ത തീരുമാനം എടുക്കണം. നിന്റെ കാര്യത്തിൽ നീ തന്നെ തീരുമാനം എടുക്കണം. ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് നൗ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇറ്റ്സ് യുവർ ഡിസിഷൻ. ഇനി നിന്റെ തീരുമാനമാണ്. ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. നെക്സ്റ്റ് വൺ, കിൽ 2 birds with 1 stone. എന്താ പറയാ? കിൽ 2 birds with 1 stone. മലയാളത്തിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണത്. ഒരു വെടിക്ക് 2 പക്ഷി. കേട്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അതാണ് എന്തെന്ന് പറയുന്നത്? കിൽ 2 birds with 1 stone എന്ന് പറയുന്നത് അല്ലേ? അപ്പം അതിൻ്റെ മീനിങ് എന്താ? ഡു 2 things at once. ഒരേ സമയം എന്ത് ചെയ്യുക? 2 കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, he killed 2 birds with 1 stone എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കല്ലുകൊണ്ട് 2 പക്ഷിയെ എറിഞ്ഞിട്ടു എന്നാണോ? അല്ല. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഡു 2 things at once. ഒരേ സമയം അവൻ എന്ത് ചെയ്തു? 2 കാര്യങ്ങൾ ചെയ്തു എന്നാണ്. ഒരു വെടിക്ക് 2 പക്ഷി. അറിയാമല്ലോ, ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നെക്സ്റ്റ്, കട്ട് കോർണേഴ്സ്. എന്താ കട്ട് കോർണേഴ്സ്? കോർണറുകളൊക്കെ ജസ്റ്റ് വെട്ടി പോളിഷ് ചെയ്യാന്നാണോ? അല്ല. പിന്നെയോ? ഡു സംതിങ് ചീപ്ലി. എന്താണ്? ഡു സംതിങ് ചീപ്ലി. കോസ്റ്റ്ലിയുടെ ഓപ്പോസിറ്റ് ആണല്ലോ ചീപ്ലി. കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വിലപിടിപ്പുള്ളത്. ചീപ്ലി എന്ന് പറഞ്ഞാൽ എന്താ? അത്യാവശ്യം വിലയൊക്കെ ഉള്ളത് അല്ലേ? വളരെ വിലപിടിപ്പുള്ളതൊന്നും അല്ല, അല്ലാതെ സാധാരണത് എന്നുള്ള മീനിങ്ങാണ്. അപ്പോൾ ഡു സംതിങ് ചീപ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ചീപ്പായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുക. ദേ കട്ട് കോർണേഴ്സ് ടു സേവ് മണി. ഇവിടെ ചീപ്പായിട്ട് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പൈസ ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ചീപ്പായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അവർ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ വാങ്ങുകയോ ചെയ്യുന്നതെന്ന് പറയും. ചീപ്പായിട്ടുള്ള പ്രവൃത്തി എന്നതിന് മീനിങ് ഇല്ല. പിന്നെയോ
മണി സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചീപ്പായിട്ടുള്ള, അതായത് കോസ്റ്റ്ലി അല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളൊരു മീനിങ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു സംതിങ് ചീപ്ലി എന്നുള്ളതാണ്. ചീപ്ലി എന്ത് ചെയ്യുക? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ ഒരു കാര്യം പറയാറുള്ളത്. വൺസ് ബിറ്റൺ ട്വൈസ് ഷൈ. വൺസ് ബിറ്റൺ ട്വൈസ് ഷൈ എന്ന് വെച്ചാൽ എന്താണ്? ബി കോഷ്യസ്, കരുതിയിരിക്കുക. ബിവെയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കരുതിയിരിക്കുക. വൺസ് ബിറ്റൺ ട്വൈസ് ഷൈ അബൌട്ട് ട്രസ്റ്റിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ വിശ്വസിക്കുന്ന സമയത്ത് കണ്ണും പൂട്ടി വിശ്വസിക്കാതെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നവർ തന്നെ നമുക്ക് പണിയാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ബി കോഷ്യസ്, അതായത് കരുതിയിരിക്കുക. അതിന് ഇംഗ്ലീഷിൽ പറയേണ്ട പ്രയോഗം എന്താണ്? വൺസ് ബിറ്റൺ ട്വൈസ് ഷൈ. വൺസ് ബിറ്റൺ ട്വൈസ് ഷൈ എന്ന് വെച്ചാൽ എന്താണ്? കരുതിയിരിക്കുക. ബിവെയർ. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ഈസ് യുവർ ഡിസിഷൻ. ഇനി നിങ്ങളുടെ തീരുമാനം. കിൽ 2 birds with 1 stone എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെടിക്ക് 2 പക്ഷി. ഡു 2 things at once. ഒരേ സമയം എന്ത് ചെയ്യുക? 2 കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു സംതിങ് ചീപ്ലി. ദ ലാസ്റ്റ് വൺ, വൺസ് ബിറ്റൺ ട്വൈസ് ഷൈ, അതായത് ബിവെയർ, ബി കോഷ്യസ്. ക്ലിയർ അല്ലേ? പഠിച്ചു കഴിഞ്ഞല്ലോ. വളരെ ഈസി ആയിട്ടിരുന്നില്ലേ? ഇത്ര ഇഡിയംസ്, വളരെ ഈസി ആയിട്ടുള്ള 4 ഇഡിയംസ് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്, പ്രാക്ടീസ് പേപ്പർ 2. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച് 2 പ്രാക്ടീസ് സെറ്റുകളാണ് നമ്മൾ ഇപ്പോൾ ചെയ്തത് അല്ലേ? പ്രാക്ടീസ് സെറ്റ് രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നു. 2 പ്രാക്ടീസ് ടേബിളുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി പേജ് ഒന്ന് മറിച്ച് തിരിച്ച് നോക്കാൻ നിൽക്കേണ്ട, നേരെ അങ്ങ് ഉത്തരം പറഞ്ഞാൽ മതി. നോക്കിക്കേ, അണ്ടർ ദ വെദർ മീൻസ് എന്തായിരുന്നു? അണ്ടർ ദ വെദർ ഞാൻ പറഞ്ഞു തന്നതാ. അണ്ടർ ദ വെദർ നോക്കിക്കേ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓപ്ഷൻ എ ഫീലിംഗ് കോൾഡ്, ഓപ്ഷൻ ബി ഫീലിംഗ് അൺവെൽ ആൻഡ് ഓപ്ഷൻ സി ഫീലിംഗ് ലേസി. അപ്പോൾ എന്തോ ഫീലിംഗ് ആണെന്ന് മനസ്സിലായി അല്ലേ? എന്ത് ഫീലിംഗ് ആയിരുന്നു? സിക്ക് ആയിരുന്നു എന്ന് നമ്മൾ വിളിച്ചത്. ഫീലിംഗ് സിക്ക്, സുഖമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫീലിംഗ് അൺവെൽ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. കാരണം എന്താ? സുഖമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അണ്ടർ ദ വെദർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ? ആൻസർ ബി ആണ് കേട്ടോ. നെക്സ്റ്റ്, kill 2 birds with 1 stone means. ക്വസ്റ്റ്യൻ നമ്പർ 2 വളരെ ഈസി ആണ് അല്ലേ? എന്താണ്? ഒരു വെടിക്ക് 2 പക്ഷി. ഇതിന്റെ മീനിങ് എന്തായിരുന്നു? ഡു 1 thing. ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താ? ഡു 1 thing. ഓപ്ഷൻ ബി ഡു 2 tasks together. ഓപ്ഷൻ സി വേസ്റ്റ് ടൈം. ആൻസർ എന്തായിരിക്കും? കിൽ 2 birds with 1 stone എന്ന് പറയുമ്പോൾ എന്താണ്? ഡു 2 tasks together. 2 ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുക അല്ലേ? നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 3. ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് മീൻസ്. എന്താ ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്? നമ്മൾ പഠിച്ചതല്ലേ? ഓപ്ഷൻ എ ഫിക്സ് എ മിസ്റ്റേക്ക്, ഓപ്ഷൻ ബി റിഗ്രറ്റ്, ഓപ്ഷൻ സി കംപ്ലെയിൻ. എന്താണ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്? ഏതായിരുന്നു? റിഗ്രറ്റ് ചെയ്യുക അല്ലേ? കഴിഞ്ഞതോർത്ത് പശ്ചാത്തപിക്കുന്നതിനെയാണ് നമ്മൾ ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതും പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. യെസ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിക്കാണും അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്ന സമയത്ത് ആൻസർ കമൻറ്റ് ബോക്സിലേക്ക് തന്നെ ഇടാൻ മറക്കരുത്. നെക്സ്റ്റ് ടേബിൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇഡിയംസ് ആണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ എക്സാം ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാനായിട്ട് സാധ്യതയുള്ളതും ഇതിൽ ചില ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതുമാണ് എന്നുകൂടി ശ്രദ്ധിക്കേ. അപ്പോൾ അഡ്വാൻസ്ഡ് ഇഡിയംസ് ആണ്. ഹിറ്റ് ദ സാക്ക്. ഒന്നാമത്തത് എന്താണ്? ഹിറ്റ് ദ സാക്ക്. സാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചാക്കാണ്. ചാക്കിന് ഇടിക്കാനാണോ? അല്ല. പിന്നെയോ? ഗോ ടു സ്ലീപ്പ്. പോയി കിടന്ന് ഉറങ്ങാനാണല്ലേ? ഹിറ്റ് ദ സാക്ക്. ഐ എം ടയേർഡ്, ഐ വിൽ ഹിറ്റ് ദ സാക്ക് നൗ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എനിക്കിനി ഒട്ടും പറ്റുന്നില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ കിടന്നുറങ്ങാൻ പോവാ. ഗോ ടു സ്ലീപ്പ്. യെസ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ പോയി കിടന്നുറങ്ങുക. ഗോ ടു സ്ലീപ്പ്. നെക്സ്റ്റ്, പുൾ സംവൺസ് ലെഗ്. ആരുടെയെങ്കിലും കാല് പിടിച്ച് വലിക്കാനാണോ? അങ്ങനൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെന്താ? ജോക്ക് വിത്ത് സംവൺ. ആരെങ്കിലുമായിട്ടിരുന്ന് തമാശ പറയുക. ഡോണ്ട് ബി ആംഗ്രി, ഐ വാസ് ജസ്റ്റ് പുള്ളിങ് യുവർ ലെഗ്. അതായത് ഒരാൾ പറഞ്ഞ തമാശ കേട്ടിട്ട് എന്താണ്? ദേഷിക്കാതെ എന്ത് ചെയ്യുക?
ഡോണ്ട് ബി ആംഗ്രി, ദേഷ്യമൊന്നും പാടില്ല. ഐ വാസ് ജസ്റ്റ് പുള്ളിങ് യുവർ ലെഗ്, ഞാൻ എന്ത് ചെയ്യായിരുന്നു, ചുമ്മാ തമാശ പറയായിരുന്നു, അത് കിട്ടും, നീ എന്താ സീരിയസ് ആകരുത് എന്ന് നമ്മൾ പറയില്ലേ, അതാണ് പുൾ സംവൺസ് ലെഗ് എന്ന് പറയുന്നത്. ജോക്ക് വിത്ത് സംവൺ. ഓക്കെ, അവിടെ തമാശ എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നത് അത് ജോക്കാണ്. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്, ഒരു കൈയും കാലും വില വരുന്നു എന്ന് നമ്മൾ പറയുമോ? ഇല്ല. പിന്നെ എന്താ പറയുക, വെരി എക്സ്പെൻസീവ്, വളരെ എന്താണ് എക്സ്പെൻസീവ്, കോസ്റ്റ്ലി ആയിട്ടുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറയുന്നത്. ദിസ് ഫോൺ കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്, അതായത് കൈയും കാലും വെട്ടി കൊടുത്തിട്ടാണോ ആ ഫോൺ വാങ്ങിച്ചത്? അല്ല, പിന്നെയോ. ദിസ് ഫോൺ കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഫോൺ ഈസ് വെരി കോസ്റ്റ്ലി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ, ഭയങ്കര വിലപിടിപ്പുള്ളതാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈക്കും കാലിനും ഒക്കെ ഭയങ്കര വിലയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൈ ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? കാലില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? എന്ത് പ്രയാസമാണ് കൈയും കാലും ഇല്ലെങ്കിൽ ജീവിക്കാൻ. അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ എന്ന് ആലോചിച്ച് വെക്കുക അല്ലേ. യെസ്. ഇൻ ഹോട്ട് വാട്ടർ, എന്താ പറഞ്ഞേക്കുന്നത്, ഹോട്ട് വാട്ടർ, ചൂട് വെള്ളത്തിൽ എന്നാണ്. ഓരോ ടേമിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കുന്ന സമയത്ത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് പ്രത്യേകം കൊടുക്കുന്ന ഒരു മീനിങ് ആണ്. അപ്പോൾ അതെന്തായിരുന്നു? ഇൻ ട്രബിൾ, എന്തോ പ്രശ്നത്തിൽ അകപ്പെട്ടു എന്നുള്ളതാണ്. ഹി വാസ് ഇൻ ഹോട്ട് വാട്ടർ ആഫ്റ്റർ മിസ്സിങ് ദ മീറ്റിംഗ്. എന്താ പറഞ്ഞേ? മീറ്റിംഗ് മിസ്സായിപ്പോയി, സമയത്തിന് എത്തിയില്ല, അതുകൊണ്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്താണ്, പ്രശ്നത്തിൽ അകപ്പെട്ടു. മീറ്റിങ്ങിൽ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് പറ്റി? ഇൻ ഹോട്ട് വാട്ടറിലാണ് ഇപ്പം, അതായത് ഹോട്ട് സീറ്റിലാണ് അല്ലേ. ഇൻ ട്രബിൾ, പ്രശ്നത്തിലാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം എന്തൊക്കെയാ പറഞ്ഞേ? ഹിറ്റ് ദ സാക്ക്. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പോയി കിടന്നുറങ്ങുക, ഗോ ടു സ്ലീപ്പ്. പുൾ സംവൺസ് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ജോക്ക്, തമാശ പറയുക, കോമഡി പറയുക. കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? വെരി എക്സ്പെൻസീവ്, വളരെയധികം വിലപിടിപ്പുള്ളത്. ഇൻ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രശ്നത്തിൽ അകപ്പെടുക, ഇൻ ട്രബിൾ. ക്ലിയർ അല്ലേ? യെസ്, പഠിച്ചു കഴിഞ്ഞല്ലോ. ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന 4 ഇഡിയവും അതിൻ്റെ മീനിങ്ങും 4 പ്രയോഗങ്ങളും അതിൻ്റെ മീനിങ്ങും ക്ലിയർ ആയില്ലേ? യെസ്. നോക്കിക്കേ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇഡിയംസ് ആണ്. അതായത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പക്ഷേ പെട്ടെന്ന് നമുക്ക് ചോദിച്ചാൽ ചിലപ്പോൾ മീനിങ് പറയാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. ദ ഐസിങ് ഓൺ ദ കേക്ക്. ദ ഐസിങ് ഓൺ ദ കേക്ക്, അതായത് ആൻ ആഡഡ് ബെനിഫിറ്റ് ആണ്. അതായത് നമ്മുടെ ഒരു ഷെയർ ആണെന്ന് തന്നെ, അല്ല ഷെയർ അല്ല, ദ ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡഡ് ബെനിഫിറ്റ്, നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്, ഒരു ബോണസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ദ പ്രൈസ് വാസ് ദ ഐസിങ് ഓൺ ദ കേക്ക്. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ ഒരാൾ നല്ലത് പറയുക, നീ നല്ലതാണ്, നിന്റെ സ്വഭാവം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് പുകഴ്ത്തുന്നതിൻ്റെ ലക്ഷ്യം നല്ലതോ ചീത്തയോ അതെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മളെ ഒന്ന് പുകഴ്ത്തി എന്ന് വെച്ചേ. അപ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ആൻ ആഡഡ് ബെനിഫിറ്റ്, നമുക്ക് എക്സ്ട്രാ എന്തോ ഒരു ബോണസ് കിട്ടിയത് കണക്ക് നമുക്ക് തോന്നില്ലേ? അതിനെയാണ് ദ ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത്. ആഡഡ് ബെനിഫിറ്റ് ആണ് കേട്ടോ. എന്താണ്? ആഡഡ് ബെനിഫിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, കീപ്പ് ആൻ ഐ ഓൺ, ഒരു കണ്ണ് വേണം എന്ന് നമ്മൾ പറയില്ലേ, എന്താ അതിൻ്റെ അർത്ഥം? വാച്ച് കെയർഫുള്ളി, ശ്രദ്ധയോടെ നോക്കിക്കോ, ഒരു കണ്ണ് വേണം എന്ന് പറയാം. കീപ്പ് ആൻ ഐ ഓൺ യുവർ ബാഗ്, അതായത് ബാഗ് നമ്മൾ അവിടെ വെച്ചു, എന്നിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വേണമെങ്കിൽ ഒരാളോട് നമ്മൾ പറയും ആ ബാഗ് ഒന്ന് നോക്കിക്കോണേ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കീപ്പ് ആൻ ഐ ഓൺ എന്ന് പറയുന്നത്. ഒരു ശ്രദ്ധ വേണം, ഒരു കണ്ണ് അവിടെ വെച്ചിട്ട് പോകണം എന്നല്ല, പിന്നെയോ ഒരു ശ്രദ്ധ വേണം എന്നാണ് നമ്മളവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ കീപ്പ് ആൻ ഐ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വാച്ച് കെയർഫുള്ളി അല്ലേ. നെക്സ്റ്റ്, ഹിറ്റ് ദ ബുക്സ്. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഗോ ടു സ്ലീപ്പ്, പോയി കിടന്നുറങ്ങാനാണ്. അപ്പോൾ ഹിറ്റ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങേ ചെയ്യരുത്, അവിടെ പഠനം ആരംഭിക്കാനാണ്, സ്റ്റാർട്ട് സ്റ്റഡിയിങ് ആണ്. ഹിറ്റ് ദ ബുക്സും ഹിറ്റ് ദ സാക്കും തിരിഞ്ഞു പോകാൻ പാടില്ല. ബുക്കാകുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം എന്താണ്, പോയി കിടന്ന് ഉറങ്ങാനല്ലല്ലോ പറയുന്നത്, പഠിക്കാനായിരിക്കും പറയുന്നത് അല്ലേ. ഹിറ്റ് ദ ബുക്ക്. എന്നാൽ ഹിറ്റ് ദ സാക്ക് ആണെങ്കിലോ ഗോ ടു സ്ലീപ്പ് ആണ്. അപ്പോൾ ഹിറ്റ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റഡിയിങ് ആണ്. ഫോർ എക്സാമ്പിൾ, ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ് ടുനൈറ്റ്. ഇന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്യണം? പഠിക്കാൻ തുടങ്ങണം. എല്ലാ ദിവസവും നമ്മൾ പറയല്ലേ, ഇന്ന് മുതൽ ഞാൻ പഠിക്കാൻ ആരംഭിക്കും, ഇന്ന് എൻ്റെ ഡേറ്റ് ആണ്, ഇന്ന് തൊട്ട് ഞാൻ നന്നാകും എന്നൊക്കെ പറയുന്ന കേൾക്കാം. പക്ഷെ എത്ര പേര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റെസൊല്യൂഷനൊക്കെ ചെയ്തിട്ട് അതുപോലെ ആദ്യത്തെ ദിവസം, അതായത് നമ്മളൊരു പുതുവർഷം തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഒരുപാട് റെസൊല്യൂഷൻസ് എടുക്കുന്നവരാ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ഞാൻ ഈ വർഷം നന്നാവും, ഞാൻ ഈ വർഷം മുതൽ പഠിക്കും എന്നൊക്കെ പറയും. പക്ഷെ എത്ര പേര് അത് ഫോളോ ചെയ്യും എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പഠനം ആരംഭിക്കാൻ തുടങ്ങുക, സ്റ്റാർട്ട് ദ സ്റ്റഡിങ്. ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ് ടുനൈറ്റ്. ഇന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യും? പഠനം ആരംഭിക്കും. നെക്സ്റ്റ്, പീസ് ഓഫ് ദ പൈ.
എനിക്ക് എൻ്റെ ഷെയർ വേണം. മനസ്സിലായോ? പീസ് ഓഫ് ദ പൈ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഷെയർ എനിക്കുള്ളതാ, ഞാൻ അത് വിട്ട് കളിക്കില്ല. ഷെയർ ഓഫ് സംതിങ്, എന്തിൻ്റെങ്കിലും ഷെയർ ലഭിക്കുക. ഓക്കെ, ഷെയർ ഓഫ് സംതിങ്, അതിനെയാണ് പീസ് ഓഫ് ദ പൈ എന്ന് പറയുന്നത്. പീസ് ഓഫ് ദ പൈ. ഓക്കെ, എവ്രി വൺ വാണ്ടഡ് എ പീസ് ഓഫ് ദ പൈ. എല്ലാവർക്കും എന്ത് വേണം? അവരവരുടേതായ ഷെയർ ലഭിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇവിടെ പറഞ്ഞേ? ദ ഐസിങ് ഓൺ ദ കേക്ക്. ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു ബോണസ് അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന ഒരു ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ നോക്കിയേ? കീപ്പ് ആൻ ഐ ഓൺ. കീപ്പ് ആൻ ഐ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണ്ണ് വേണം, ഒരു ശ്രദ്ധ വേണം. വാച്ച് കെയർഫുള്ളി. ഹിറ്റ് ദ ബുക്സ്. ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പഠനം ആരംഭിക്കുക. സ്റ്റാർട്ട് സ്റ്റഡിയിങ്. പീസ് ഓഫ് ദ പൈ എന്ന് പറഞ്ഞാൽ എന്താ? പീസ് ഓഫ് ദ പൈ, എനിക്ക് എൻ്റെ ഷെയർ തന്നേ പറ്റൂ. എന്താ? ഷെയർ ഓഫ് സംതിങ്, എന്തിൻ്റെങ്കിലും ഷെയർ ആണ് അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും പഠിച്ചല്ലോ. ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ രസകരമായി പഠിക്കാൻ പറ്റുന്നില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രാക്ടീസ് പേപ്പർ 3. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങളെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് ബോറടിക്കും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്ത് വേണം? ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എത്രത്തോളം ആൻസർ ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ട്, കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് പഠനം രസകരമാക്കാനും പറ്റും. അപ്പോൾ നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം ഹിറ്റ് ദ സാക്ക്. എന്താണ് ഹിറ്റ് ദ സാക്ക്? ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഗോ ടു ബെഡ്, വർക്ക് ഹാർഡ്, ബി ലേസി. ഇതിലേതാണ് ഹിറ്റ് ദ സാക്ക് എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് മീൻ ചെയ്യുന്നത്? ഹിറ്റ് ദ സാക്ക്, ഗോ ടു ബെഡ്, വർക്ക് ഹാർഡ്, ബി ലേസി. ഏതാണ് കറക്റ്റ് ആൻസർ? ഹിറ്റ് ദ സാക്ക് ആണല്ലേ? എന്താണ്? പോയി കിടന്നുറങ്ങുക. ഗോ ടു ബെഡ്. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. ചീപ്പ്, വെരി കോസ്റ്റ്ലി, ഫ്രീ. എന്തായിരുന്നു കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്? നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ മീനിങ് പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? വെരി കോസ്റ്റ്ലി അല്ലെങ്കിൽ വെരി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? വെരി കോസ്റ്റ്ലി അല്ലെങ്കിൽ വെരി എക്സ്പെൻസീവ്. നെക്സ്റ്റ്, പുൾ സംവൺസ് ലെഗ്. പുൾ സംവൺസ് ലെഗ് എന്നുള്ള ഇഡിയം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ടെൽ എ ലൈ, ജോക്ക്, ഗെറ്റ് ആംഗ്രി. എന്താണ് പുൾ സംവൺസ് ലെഗ്? ജോക്കാണല്ലേ? ആരുമായിട്ടെങ്കിലും തമാശ പറയുക. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് പഠിച്ചു അല്ലേ? ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസ് മൊത്തം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കുറച്ചുകൂടി പഠിക്കാം. ഇനി ഈ സമയമുണ്ട്, നമുക്ക് ഇനിയും പഠിക്കാം. നോക്കിക്കേ, ഇവിടെ നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇഡിയംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അതിൻ്റെ മീനിങ്ങും അതിൻ്റെ എക്സാമ്പിൾസും ഡിസ്കസ് ചെയ്യാം. എ ഡൈം, എ ഡസൻ. എ ഡൈം, എ ഡസൻ എന്ന് വെച്ചാൽ എന്താണ്? വെരി കോമൺ, വളരെ സാധാരണമായ. ചീപ്പ് ഫോൺസ് ആർ എ ഡൈം എ ഡസൻ. അതായത് വിലക്കുറഞ്ഞ ഫോണുകൾ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണമായിട്ട് നമുക്ക് വിറ്റഴിഞ്ഞു പോകുന്നതും കടകളിൽ കിട്ടുന്നതും ഒക്കെയാണ് അല്ലേ? ചീപ്പ് ഫോൺസ് ആർ എ ഡൈം എ ഡസൻ. ഇവിടെ ഡൈം എ ഡസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി കോമൺ, വളരെ സാധാരണമായ എന്നാണ് അർത്ഥം. ഡൈം എ ഡസൻ. നെക്സ്റ്റ്, ഓൾ ഇയേഴ്സ്. ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരു ചെവികളും എന്നുള്ള അർത്ഥമാണ് മലയാളത്തിൽ. അതായത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഈഗർ ടു ലിസൺ, അതായത് ശ്രദ്ധയോടെ ഇരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലെങ്കിൽ ഇപ്പം മുത്തശ്ശി ഒരു കഥ പറയാണ്, അപ്പോൾ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? വളരെ ശ്രദ്ധയോടെ ആകാംക്ഷയോടെ കേട്ടിരിക്കും. എന്താണ് കഥ, എന്താണ് ആ കഥയുടെ അവസാനം എന്നൊക്കെ അറിയാൻ. അതാണ് എന്തെന്ന് പറയുന്നത്? ഓൾ ഇയേഴ്സ്. വളരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ കേൾക്കുക. താല്പര്യമില്ലാതെയല്ല, താല്പര്യത്തോടെ കേൾക്കുക. I am all ears, tell me what happened. ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്, നീ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്, എന്താ സംഭവിച്ചേ പറയൂ. അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ക്ലിയർ. Go the extra mile. Go the extra mile. എന്താ പറഞ്ഞേ? Put in extra effort. Extra mile, extra ദൂരം പിന്നിടുക എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്? എക്സ്ട്രാ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അതായത് നമുക്ക് ക്രാക്ക് ചെയ്യണം എക്സാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം പാസ്സാവണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് ലഭിക്കുന്നുള്ളൂ? നമ്മുടെ ആ ഒരു ഗോൾ നമുക്ക് എത്താനായിട്ട് സാധിക്കും. ആ ഗോളിൻ്റെ അടുത്ത് വരെ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു എഫേർട്ട് ഇട്ടു, അതേ എഫേർട്ടിലെ സ്പീഡിൽ നടന്നാൽ കിട്ടുമോ നമുക്കത്? ഇല്ല. പിന്നെയും എഫേർട്ടുകൾ കൂട്ടണം. അതായത് ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ നേരത്തെ എത്തണമെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം? സ്പീഡ് കൂട്ടി പോകണം, എന്നാലേ അവിടെ എത്തൂ. അതുപോലെ തന്നെ ഇവിടെ എന്താ പറഞ്ഞത്? ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന കാര്യമല്ല നമ്മളിപ്പോൾ പറഞ്ഞത്. പുട്ടിന് എക്സ്ട്രാ എഫേർട്ട് എന്നുള്ളതാണ്. എക്സ്ട്രാ എന്ത് കൊടുക്കുക? ഒരു എഫേർട്ട് ഇട്ട് കൊടുക്കുക. ഷി ഓൾവേസ് ഗോസ് ദ എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും എക്സ്ട്രാ ദൂരം താണ്ടും പിന്നിടുന്നു എന്നാണോ? അല്ല, അവൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ എഫേർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് എക്സ്ട്രാ ഡെഡിക്കേഷൻ, എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അതാണ് അതിൻ്റെ മീനിങ്. ഷി ഓൾവേസ് ഗോസ്
ദ എക്സ്ട്രാ മൈൽ. ഓക്കെ, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കറുപ്പും വെള്ളയുള്ള ഉടുപ്പിട്ടെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. പിന്നെയോ? ഇൻ റൈറ്റിംഗ്, എഴുതുക. ഐ വാണ്ട് എവ്രി വൺ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാൻഡ് റിട്ടൺ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്, മാനുവൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ ടൈപ്ഡ് ആവണം എന്നല്ല പറയുന്നത്. ഐ വാണ്ട് എവറിത്തിങ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടൺ ആയിട്ട് കിട്ടണം. നമുക്ക് ഒരു കാര്യത്തെ പ്രിൻ്റ് എടുത്തും വെക്കാനും പറ്റും, നമ്മുടെ കൈ കൊണ്ട് എഴുതി വെക്കാനും പറ്റും അല്ലേ? ഒരു പാസേജ് തന്നിട്ട് നമുക്കതിന് രണ്ട് രീതിയിൽ ചെയ്യാം. പക്ഷേ ഇവിടെ ആവശ്യപ്പെട്ടത് എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാനാണോ? അല്ല, നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ തന്നെ എഴുതാനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇൻ റൈറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഫൈനലി നമ്മൾ കുറച്ചുകൂടി ഇഡിയംസ് പഠിക്കണം, എന്നിട്ട് വേണം നെക്സ്റ്റ് പ്രാക്ടീസ് പേപ്പർ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിക്കേ, ഇഡിയംസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട്, വിത്ത് എക്സാമ്പിൾ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്പിൽ ദ ബീൻസ്, ആദ്യമായിട്ട് പറയുന്നത് സ്പിൽ ദ ബീൻസ്. ബീൻസ് എല്ലാം അവിടെ ഇവിടെ ആയിട്ട് പറക്കി കളയാനാണോ? അല്ല. ടു റിവീൽ എ സീക്രട്ട്, ഒരു രഹസ്യം പരസ്യമാക്കൂ എന്നല്ലേ പറഞ്ഞത്? സ്പിൽ ദ ബീൻ. നേരത്തെ നമ്മൾ ഇതുപോലൊരു വാക്ക് പറഞ്ഞായിരുന്നു, രഹസ്യത്തെ പരസ്യമാക്കുക. ഏതായിരുന്നു ആ പ്രയോഗം എന്ന് ഓർമ്മയുണ്ടോ? ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് നമ്മൾ പഠിച്ചല്ലേ? എന്താണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗും അതുപോലെ തന്നെ സ്പിൽ ദ ബീൻസും സെയിം ആയിട്ടുള്ള മീനിങ് ആണ്. എന്താണ്? റിവീൽ എ സീക്രട്ട്, ഒരു രഹസ്യത്തെ പരസ്യമാക്കുക. ഹൂ സ്പിൽഡ് ദ ബീൻസ് അബൌട്ട് ദ സർപ്രൈസ്? അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ആരാണ് ഈ സർപ്രൈസിനെ പറ്റിയിട്ടുള്ള രഹസ്യം, അതായത് ഒളിപ്പിച്ച് വെച്ചിരുന്നതാണ് ഒരു സർപ്രൈസ്, ആരോടും പറയാതെ രഹസ്യമായിട്ട് കൊണ്ടു നടന്ന ഒരു സർപ്രൈസ്, ആരാണ് വെളിച്ചത്ത് കൊണ്ടുവന്നത്, ആരാണ് അത് റിവീൽ ചെയ്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഓരോ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഓരോ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമുക്ക് സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്ന അർത്ഥം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നെക്സ്റ്റ്, ഹിറ്റ് ദ ജാക്ക് പോട്ട്, അതായത് വിജയം കൈവരിക്കുക, അച്ചീവ് സക്സസ്, നമ്മൾ വിജയിച്ചു. യെസ്, ഹി ഹിറ്റ് ദ ജാക്ക് പോട്ട് വിത്ത് ഹിസ് ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? വിജയിച്ചിരിക്കുന്നു. ഹിറ്റ് ദ ജാക്ക് പോട്ട്, വിജയിക്കുക. നെക്സ്റ്റ്, ഓൺ ദ സെയിം പേജ്, അതിൻ്റെ മീനിങ് എന്താ? ഹാവ് ദ സെയിം ഒപ്പീനിയൻ, ഒരേ അഭിപ്രായത്തിൽ തന്നെ നിലകൊള്ളുക. ചിലരുണ്ട് അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും, ഒരേ സ്ഥലത്ത് നിൽക്കത്തില്ല. അതായത് ഒരാൾ പറയുമ്പോൾ അവരുടെ കൂടെ ചേരും അല്ലേ, വേറൊരാൾ മറ്റൊരു കാര്യം പറയുമ്പോൾ അവരോടൊപ്പം ചേരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നിലപാടില്ലാത്ത വ്യക്തികളാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്കൊരു കൃത്യമായ നിലപാടുണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതിനെയാണ് ഓൺ ദ സെയിം പേജ് എന്ന് പറയുന്നത്, അതായത് ഹാവ് ദ സെയിം ഒപ്പീനിയൻ എന്ന് പറയുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ, വി ആർ ഓൺ ദ സെയിം പേജ് അബൌട്ട് ദ പ്ലാൻ. ഈ ഒരു പ്ലാനിനെ പറ്റിയിട്ടാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നവരാണ്, നമുക്ക് സെയിം ഒപ്പീനിയൻ ആണ്. താങ്കൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്, നമ്മൾ ഒരേ നിലപാടുള്ളവരാണ്. വി ആർ ഓൺ ദ സെയിം പേജ് അബൌട്ട് ദ പ്ലാൻ. നെക്സ്റ്റ്, ബാക്ക് ടു സ്ക്വയർ വൺ, കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ബാക്ക് ടു സ്ക്വയർ വൺ എന്താ അത്? തിരിച്ച് അതേപടി ഇങ്ങ് തിരിച്ചു വരിക, സ്റ്റാർട്ട് അഗെയിൻ. അതായത് നമ്മൾ ഒരിടത്തേക്ക് പോവുകയാണെന്ന് വിചാരിച്ചോ, പോകുന്ന വഴി നമുക്ക് വീണ്ടും ഒരു ഓപ്ഷൻ കിട്ടിയിരിക്കുകയാണ്, സ്റ്റാർട്ട് അഗെയിൻ. ഇവിടെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുക? ആദ്യം മുതൽ വരിക. മിക്കവാറും ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് ഫോണിൽ കളിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് എഴുതി വരാറുണ്ട്, ബാക്ക് ടു സ്ക്വയർ വൺ. എന്താ അതിൻ്റെ അർത്ഥം? അവിടെ അവസാനിപ്പിച്ചിട്ട് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർട്ട് അഗെയിൻ ആണ് ബാക്ക് ടു സ്ക്വയർ വൺ. അതായത് ദ ഡീൽ ഫെയിൽഡ്, വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ. അതായത് നമ്മുടെ ഈ ഒരു ഡീൽ എന്തായിപ്പോയി? ഫെയിലായിപ്പോയി. നമ്മുടെ ഈ ഒരു ഡീൽ എന്ത് സംഭവിച്ചു? ഫെയിൽഡ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ആദ്യം മുതലേ എന്ത് ചെയ്യണം? പുതിയ ക്ലയൻറ്റിനെ കണ്ടുപിടിക്കണം, ഡീൽ ഒന്നേന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് അതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ എന്താ നോക്കിക്കേ, സ്റ്റാർട്ട് അഗെയിൻ ഏതാണ്? ബാക്ക് ടു സ്ക്വയർ വൺ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് സ്റ്റാർട്ട് അഗെയിൻ, വീണ്ടും ആരംഭിക്കുക, ആദ്യം മുതൽ ഒന്നേന്ന് തുടങ്ങുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ. ആദ്യം മുതൽ ഒന്നേന്ന് തുടങ്ങുക എന്ന് പറയുന്ന ആ മലയാളം പ്രയോഗം തന്നെയാണ് ഇംഗ്ലീഷിൽ എന്തെന്ന് പറയുന്നത്? ബാക്ക് ടു സ്ക്വയർ വൺ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എന്തൊക്കെ ഇവിടെ പഠിച്ച്? സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യം പരസ്യമാക്കുക, രഹസ്യം വെളിപ്പെടുത്തുക. ഹിറ്റ് ദ ജാക്ക് പോട്ട് എന്ന് പറഞ്ഞാൽ വിജയം കൈവരിക്കുക. നെക്സ്റ്റ്, ഓൺ ദ സെയിം പേജ് എന്ന് പറഞ്ഞാൽ ഒരേ അഭിപ്രായത്തിൽ നിലകൊള്ളുക. ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം മുതൽ ആരംഭിക്കുക, ഒന്നേന്ന് തുടങ്ങുക. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾക്കായിട്ട് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ റൺ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്ന് പറയുന്ന
ആൻഡ്രൻ അക്കാഡമിയുടെ ടെലിഗ്രാം ചാനൽ. ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള PDF-കൾ, ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം, അങ്ങനെ ഒട്ടനവധി ബെനിഫിറ്റ്സ് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും ഈ ഒരു ടെലിഗ്രാം ചാനൽ. അപ്പോൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരു ചാനൽ കൂടിയാണിത്. സോ ഗോ ആൻഡ് ഫോളോ ദ ചാനൽ. നെക്സ്റ്റ്, പ്രാക്ടീസ് 4. നമ്മളിപ്പോൾ പ്രാക്ടീസ് 4 എത്തി നിൽക്കുകയാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രാക്ടീസ് 4 നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, എ ഡൈം എ ഡസൺ മീൻസ് എന്താണ് എ ഡൈം എ ഡസൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വെരി കോമൺ, വെരി റെയർ, കോസ്റ്റ്ലി. ഇതിലേതാണ് എ ഡൈം എ ഡസൺ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? എ ഡൈം എ ഡസൺ എന്താണ്? വെരി കോമൺ, വെരി റെയർ, കോസ്റ്റ്ലി. എന്താണ് ഡൈം എ ഡസൺ എന്ന് പറഞ്ഞാൽ? വെരി കോമൺ. ഓപ്ഷൻ എ ആണല്ലേ? ഓപ്ഷൻ എ ആണല്ലേ? വെരി കോമൺ. അപ്പൊ ഡൈം എ ഡസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സാധാരണമായ, വെരി കോമൺ. നെക്സ്റ്റ് വൺ, ഗോ ദ എക്സ്ട്രാ മൈൽ മീൻസ് എന്താ ഗോ ദ എക്സ്ട്രാ മൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രാവൽ ഫാർ, വളരെ ദൂരത്തേക്ക് യാത്ര ചെയ്യുകയാണോ? എക്സ്ട്രാ എഫേർട്ട് കൊടുക്കുക എന്നുള്ളതാണോ? ഡു നത്തിങ്, ഒന്നും ചെയ്യാതെ ഐഡിയലായിട്ടിരിക്കുക. ഇതിലേതാണ് ഗോ ദ എക്സ്ട്രാ മൈൽ? വേഗം കമന്റ് ബോക്സിലേക്ക് ഇട്ടെ. ഗോ ദ എക്സ്ട്രാ മൈൽ എന്താണ്? എക്സ്ട്രാ എഫേർട്ട് ആണല്ലേ? ഓപ്ഷൻ ബി ആണ്, എക്സ്ട്രാ എഫേർട്ട്. ബാക്ക് ടു സ്ക്വയർ വൺ, തേർഡ് ക്വസ്റ്റ്യൻ. ബാക്ക് ടു സ്ക്വയർ വൺ, സ്ക്വയർ വണ്ണിലേക്ക് തിരിച്ചു വരിക. ഫിനിഷ് ചെയ്യാനാണോ, സ്റ്റാർട്ട് അഗൈൻ ആണോ, വിൻ ഈസിലി ആണോ? ഏതാണ്? വീണ്ടും ആവർത്തിക്കുക അല്ലേ? ഒന്നേന്ന് തുടങ്ങുക. സ്റ്റാർട്ട് അഗൈൻ, സ്റ്റാർട്ട് അഗൈൻ ആണ് ബാക്ക് ടു സ്ക്വയർ വൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചാനലും നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്കും ഇതുവഴി നിങ്ങൾക്ക് ആൻസേഴ്സ് ലഭിക്കുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ വളരെ മനോഹരമായ പ്രയോഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. സോ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.